വണ്ടി വിട്ട് പോണ കോപ്പ് ഇടുക്ക് വണ്ടി എന്നിട്ട് കേറ്റിക്കണ വണ്ടി കുഞ്ഞിട്ടി വണ്ടി വിട്ട് പോണ കോപ്പ് വണ്ടി പോളല്ലേ കോപ്പ് തന്നെ എന്റെ അമ്പ സത്യം നീ തന്നെ വണ്ടി പച്ചയാണ് നീരാണെന്ന് ചെറിയ സംശയം. എടാ ഈ വന്നെന്നാറി നമുക്ക് കൊട്ടേഷൻ എന്നുണ്ട് ഭാര്യ ഉണ്ടല്ലോ ഓസ്ട്രേലിയ ടിങ്കിൾ ഡഫ് എന്നിട്ടിരിക്കണേ. അവിടെ ചെന്ന് ഞാൻ വരില്ലേ? അല്ലാണ്ട് ആരാണ് ആളെത്തല്ലാൻ 1.5 ലക്ഷം തരാൻ പോണത്? ഞാൻ വിചാരിച്ചേ കുഞ്ഞുട്ടി എടാ നീ തല്ലടാ. ഞാൻ നിങ്ങൾ സൈലന്റ് ഇടിച്ച് നശിപ്പിക്കാൻ നീ ഇടിച്ചാ മതി. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ഒന്ന് പോയി തീരുമാനിക്കണോ? ചേട്ടൻ മിനിറ്റ്. അതെ ചേട്ടനും അറിയോ? ഇല്ല, അറിയില്ല. ജനിച്ചേട്ടാ ചേട്ടാ ഒന്നും പറ്റില്ലേട്ടാ, ഒന്നും പറ്റില്ലേട്ടാ, ഒന്നും പറ്റില്ല ചേട്ടാ, ഒന്നും പറ്റില്ലേട്ടാ. അങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള 2 പരിപാടി നൈസായിട്ട് അങ്ങോട്ട് പാളി. ചേട്ടാ ആളൊക്കെ കൊല്ലടിച്ച് കാശാക്കി കൊടുക്കാ. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരാ. എന്ത് തമാശാട്ടാന്ന്. എന്താ നീ പോയാ മരകുത്തിനാണ് കൊല്ലടാ. അപ്പൊ കേസുണ്ടാവില്ല, സാക്ഷി ഉണ്ടാവില്ലല്ലോ, കാര്യങ്ങളൊക്കെ ഈസി ആയില്ലോ. പിന്നെ ഞങ്ങളെന്താ ചെയ്യേണ്ടത് തോന്നിട്ടാ? അവൻ പോയി സാക്ഷി പറഞ്ഞ ഞങ്ങൾ 10-12 വർഷം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. വീട്ടിൽ ചെന്ന സമാധാനമില്ല. പെങ്ങളെ കെട്ടിച്ചുള്ള എനിക്കാകെ ഭ്രാന്ത് പിടിക്കണ്ട്. ഞാനെന്തേലും ചെയ്യും. അങ്കമാലി ടൗണിൽ ചീട്ടുകൾ എടുത്തിക്കൊണ്ടിരുന്ന രവീൻ രാജനൊക്കെ കൂടിയിട്ടാ അവന്മാരിപ്പോ ബോംബെ റേസിന് ശേഷം കളിയൊന്നും നടത്തണില്ല. ഞാൻ പറയണം, മനസ്സിലാവണ്ടോ? കളിക്കാൻ ആൾക്കാർ ധാരാളമുണ്ട്, കളി നടത്താനാണ് ആളില്ലാത്ത. സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാന്ന്. നിങ്ങളൊന്ന് നടത്തി നോക്കുന്നേ. കയ്യിൽ മരിച്ചേ ഞാൻ പറയാം. വാർക്കപ്പണിക്ക് പോണം.
വലിക്കണം പിടിഞ്ഞാറ് കെട്ടിയിട്ടിറയണ കുടുംബത്തെ പ്രേമിക്കാൻ ഈ ആണുങ്ങളാവുമ്പോ പ്രേമിച്ചു വേറൊരു പണിയില്ലടാ എന്ന് പിന്നാണ്ട് ചെറുപ്പക്കാരി പെണ്ണുങ്ങളെല്ലാം നടുവരമ്പത്ത് നിൽക്കണ കുരുമംഗലശ്ശേരി നീലകണ്ഠൻ കളി മൊത്തം ടീമിന് ജാനകപ്പൊക്കി അടിച്ചു പൊളിക്കടാ പരത്തി അടിക്കടാ എന്തുട്ട് ലിജി കുഞ്ഞു പിള്ളേരെ പോലെ കാണിക്കണേ പറ്റണ പണിക്ക് പോയാ പോരെ എല്ലാം പറ്റിയാ എന്താ ലിച്ചി ചിരിക്കണേ? ഒന്നുമില്ല. ലിച്ചി ചിരിക്കാണ്ട് കാര്യം പറയും, ചുമ്മാ ആളെ കളിയാക്കാണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചു, നീ സത്യം പറയോ? എന്ത് സത്യം? സത്യം പറയോ? നീ ആ സഖീനെ സ്നേഹിച്ചത് അവളെയും കിട്ടി ജർമ്മനിക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയല്ലടാ? അങ്ങനെ ചോദിച്ചാ ആദ്യം അങ്ങനെയായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ സംഭവം സീരിയസ് ആയി. അല്ല അതൊക്കെ എന്തിനാ ഇവിടെ പറയണേ? ആ കേസ് ഇട്. അല്ല നീ ജർമ്മനി മാത്രമേ നോക്കുള്ളൂ? ഏയ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ചൈന, റഷ്യ, ജപ്പാനാ എന്ത് കുന്ത വേണേലും നോക്കാം. അല്ല സാറ്, ദുബായ് പോലത്തുള്ള അവികസിത രാജ്യങ്ങൾ നോക്കാവോ? ദുബായാ? ആലോചിക്കാം. നോറികള്. ഞാൻ നിനക്കൊരു കല്യാണ കേസ് ആലോചിക്കട്ടെ? സീരിയസ് ആയിട്ടാണ്? അതേടെ ഇറക്ക. ഏതാ ടീം? ലിച്ചിയുടെ കൂടെ വർക്കണ വല്ല ആൾക്കാരാണ്? എനിക്കറിയുന്ന ടീമാ. ഈ സഖിയുടെ കാര്യം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ആലോചിക്കാറില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ട് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നുണ്ട്. നാളെ ഇനി എന്താവുന്ന എനിക്കറിയാൻ പാടില്ല. കാര്യ കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നാണ് പോകണം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ ടീം ഓക്കെ ആണെങ്കിൽ ആലോചിക്കാം. നിനക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സമയത്രയായി? 2:30. ലിച്ചിയോട് വന്നേ, നാളെ രാവിലെ പോകാനുള്ളതല്ലേ? വേഗം നടന്നേ. ആ പെണ്ണിന്റെ ഫോട്ടോയിലും മൊബൈൽ കിടക്കണ്ട. നീ ധൃതി വെക്കല്ലേടാ, അതൊക്കെ ഞാൻ തരാം. ലിച്ചി മോളിൽ പോയി കിടന്നാട്ടാ, അവിടെ മേഴ്സി ഉണ്ട്. അപ്പൊ ശരി എന്നാ, വാലടച്ചേക്ക്, ഞാൻ പോട്ടെ. എടാ ഈ ലൈറ്റിന് സ്വിച്ച് കാണുന്നില്ലല്ലോ. നോക്കട്ടെ.